ഹായ് കൂട്ടുകാരെ, ഒരു ഉരുളക്കിഴങ്ങ് സോയാ ചങ്ക്സ് മസാലക്കറിയാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തോരന് വേണ്ടി ക്രഷ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് അല്പം ബാക്കി വന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയ കറിയാണ് ഇത്. കൊള്ളാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനായി ചൂടായ എണ്ണയിൽ ജീരകം പൊട്ടിച്ചതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർന്ന് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി 2-3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വീതം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതൊക്കെ തന്നെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളമൊഴിച്ച് അല്പസമയം അടച്ചു വെക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങി കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്രഷ് ചെയ്ത് വെച്ചെടുത്തിരിക്കുന്ന സോയാ ചങ്ക്സ്, അതായത് തിളച്ച വെള്ളത്തിലിട്ട് അല്പസമയം ഇട്ട് പിഴിഞ്ഞ് വെച്ച് പിന്നീട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത സോയാ ചങ്ക്സ് അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മസാലകളൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിലും സോയാ ചങ്ക്സിലും പിടിച്ചു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്ത് അല്പം കറിവേപ്പിലയോ മല്ലിയിലയോ കുഞ്ഞായി അരിഞ്ഞതും കൂടി ചേർത്ത്, കൂടാതെ കൂട്ടത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടി അല്പം കസൂരി മേത്തി കൂടി ക്രഷ് ചെയ്തും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയോടൊപ്പവും പൂരിയോടൊപ്പമൊക്കെ വിളമ്പാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് സോയാ ചങ്ക്സ് മസാലക്കറി തയ്യാറാക്കി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങൾ അറിയിക്കണേ.